നമുക്ക് ഇവിടെ ഒരു വീഡിയോ അല്ല ഒരു സ്ഥലം അവിടെ കാണാം. ഇത് ഇവിടുത്തെ വലിയ ലേക്കാണ്. മുമ്പേ നമ്മൾ കണ്ട ചെറിയ ലേക്കായിരുന്നു. അപ്പോൾ ഈ ലേക്കാണ് വലുത്. ഇത് നമുക്ക് കാണത്തില്ല, അങ്ങ് ദൂരെ വരെ ഉണ്ട്. അപ്പോൾ നമുക്ക് കാണത്തില്ല അങ്ങ് അറ്റം, കാരണം നമുക്ക് നിറച്ച് ഫോഗാണ്. പക്ഷേ ഭയങ്കര രസമില്ല. നമ്മൾ ഈ ആർട്ടിക്കിലൊക്കെ ചെന്ന ഒരു ഫീലിംഗ് ഇല്ലേ, അന്റാർട്ടിക്കയുടെ ചില സ്ഥലങ്ങൾ നമ്മൾ വീഡിയോയിലൊക്കെ കാണുമ്പോൾ ഇതുപോലെ ഇങ്ങനെ മഞ്ഞ് വീണ് സ്നോ അല്ല, ഇങ്ങനെ ഫോഗി ആയിട്ട് നിറച്ച് ഐസായിട്ടുള്ള സ്ഥലങ്ങൾ നമ്മൾ കണ്ടിട്ടില്ലേ ഇത്. അപ്പോൾ നമുക്കിവിടെയൊക്കെ നോക്കാം. ഇത് ഈ സെക്ഷൻ മുഴുവൻ ഇങ്ങനെ ഒറ്റ ലേക്കാണ്. ഇവിടെയോട്ടുണ്ട്. ഈ ലേക്ക് ഇങ്ങനെ അവിടെ തുടങ്ങിയിട്ട് ഇതിലെ എൻ്റെ പുറകിൽ ഈ കാണുന്ന മൊത്തം ലേക്ക് അത് അങ്ങ് അവിടം വരെ ഉണ്ട്. ഒരുപാട് ദൂരത്തേക്ക് ലേക്കായിട്ടുണ്ട്. ഈ ഒരു സെക്ഷൻ ഇവിടെ ഉള്ളത് ഇങ്ങനെ അവിടെ ആ ഫിഷിംഗ് പിയറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്കിടക്കുന്ന സ്ഥലമാണ് കേട്ടോ. ഇത് കുറച്ച് സ്ഥലം ഇങ്ങനെ മണ്ണായിട്ട് കിടക്കില്ല. നമുക്ക് ഈ ലേക്കിന് വട്ടത്തിലൊരു നല്ല വാക്കുണ്ട്. ഇടയ്ക്കൊരു ദിവസം നമുക്ക് പോകാം. അപ്പോൾ ഇവിടെ ഇങ്ങനെ മണലുള്ളതുകൊണ്ട് നമുക്ക് ഡേ ടൈമിൽ മഴയൊന്നും ഇല്ലാത്ത ദിവസമാണ് ഇവിടെ വന്ന് കുറച്ച് നേരം നമുക്ക് ഇരിക്കുകയൊക്കെ ചെയ്യാൻ. ഡേ ക്യാമ്പിന് വേണേൽ വരാം. പക്ഷേ ഇവിടെ തീയൊന്നും കത്തിക്കത്തില്ല. പക്ഷേ ഇവിടെ നമുക്ക് കുറച്ച് നേരം വന്നിരുന്ന് സ്പെൻഡ് ചെയ്യാൻ നല്ലതാണ്. ഏർലി മോർണിംഗ് വരുവാണെങ്കിൽ നമുക്ക് സൺറൈസ് കാണാം, ലേറ്റ് ആയിട്ട് ഇരുന്ന സൺസെറ്റ് കാണാം. ഇത് വലിയ ലേക്കാണ്, ഒത്തിരി ഓപ്പൺ ഏരിയ ഉണ്ട്. പക്ഷേ രാത്രിയിൽ ഇവിടെ സ്പെൻഡ് ചെയ്യത്തില്ല. സ്റ്റാർ ഗേസിങ്ങിന് നല്ല സ്ഥലമായിരുന്നു, പക്ഷേ നമുക്കിവിടെ രാത്രി സ്പെൻഡ് ചെയ്യാൻ അലൗഡല്ല. ഇവിടെയൊക്കെ കണ്ടോ, ഇവിടെ അതിൻ്റെ അടുത്തില്ല. ഈ സൈഡിലോട്ട് വന്നാൽ നമുക്ക് കുറച്ചുകൂടെ കാണാം. ഇവിടെ മൊത്തം ഐസാണ് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ കുറച്ച് കഴിയും കൊടുത്ത് കാണിച്ചത്. ഇത് നമ്മുടെ ഈ എഡ്ജി മാത്രം വെള്ളമുണ്ട്. ഇതുണ്ട് ഇവിടെ ഈ സൈഡ് ചേർന്ന് മാത്രം വെള്ളമുണ്ട്. അത് കഴിഞ്ഞാൽ ഇവിടെ തൊട്ട് ഇത് കണ്ടോ ഐസായിട്ട് കിടക്കുവാണ്. അകത്തോട്ട് പോകുന്നതനുസരിച്ച് തിക്കാം. കഴിഞ്ഞ വർഷം ഞാൻ ഒരു പ്രാവശ്യം ഇവിടെ വന്നപ്പം നമുക്കിവിടെ ഒരു ഏരിയയിൽ കുറച്ച് നടക്കായിരുന്നു. പക്ഷേ ഇവിടെ ഈ മണ്ണിൻ്റെ സെക്ഷൻ മുഴുവൻ ചെറുതായിട്ട് വെള്ളം കയറിയിട്ട് ഇവിടെ മൊത്തം ഐസായിരുന്നു. അപ്പോൾ അധികം താത്തമില്ലാത്തതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് നടക്കാമായിരുന്നു. ഞങ്ങൾ ഏകദേശം ഇവിടം വരെ അവിടെ നിന്ന് ഇറങ്ങി വന്നായിരുന്നു. പക്ഷേ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവിടെ ഒത്തിരി താത്തമുള്ള സ്ഥലം. അപ്പോൾ നമ്മുടെ എങ്ങാനും ഐസ് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ മുങ്ങിപ്പോകും. അപ്പോൾ നമുക്ക് ഒരിക്കലും ഐസിൽ കൂടെ ഒരുപാട് നടക്കരുത്, കാര്യം സേഫല്ല. പക്ഷേ ഇതുപോലെ പൊക്കമില്ലാത്ത സ്ഥലത്താണ് നമുക്ക് നടക്കാം. നല്ല രസമുള്ള സ്ഥലമാണ്. മൊത്തം ഐസാണ്, ഇതൊക്കെ ഐസാണ്. അപ്പോൾ ഞാനൊരു ഐസിന് കഷ്ണം എടുത്ത് എറിഞ്ഞ് നോക്കാം. കണ്ട ഇതേ പോകണം, കണ്ട അങ്ങോട്ടെല്ലാം ഐസാണ്. കണ്ട അങ്ങനെ മൊത്തം ഐസാണ്. പക്ഷേ ഇത് നല്ല താത്തോളം ലേക്കാം. ഇത് കടൽത്തീറ്റ പോലെ കുറച്ച് മണലുണ്ട് കേട്ടോ ഈ സെക്ഷനിൽ. ഇതിൻ്റെ വട്ടത്തിലുണ്ട് ഇങ്ങനെ കുറച്ച്. സമ്മർ ടൈമിൽ വരുവാണെങ്കിൽ ഇവിടെ മൊത്തം മരങ്ങൾ ഇലയൊക്കെ ആയിട്ട് ഇത് നല്ല രസമുള്ള ഇലകളൊക്കെ വന്നിട്ട് നല്ല രസമായിട്ട് കിടക്കും. ആ സൈഡിൽ പക്ഷേ ആരോ ഇല്ലീഗലായിട്ട് വന്ന് തീ കത്തിച്ചിരുന്ന കേട്ടോ. ഇവിടെ ഫയർ അലൗഡ് ഈ സെക്ഷൻ്റെ ക്യാമ്പ്. നമുക്ക് ഡേ ക്യാമ്പ് ചെയ്യണമെങ്കിൽ അവിടെ പാർക്കിൻ്റെ സെക്ഷനിൽ തീ കത്തിക്കാൻ പറ്റില്ല. ഇതൊക്കെ ആരോ ഇല്ലീഗലായിട്ട് ചെയ്യുക. ഇതിനുള്ള സ്ഥലങ്ങൾ രാത്രിയിലൊക്കെ വരുമ്പോൾ സൂക്ഷിക്കുന്ന അത്ര സേഫായിട്ടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞാൽ ആളുകൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഫേസ് നോക്കും. ഈ ലേക്ക് പണ്ട് റിസർവാറായിരുന്നു കേട്ടോ. നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇപ്പോൾ കൊള്ളത്തില്ല. കാരണം ഇവിടെയൊക്കെ പുതിയ റോഡുകളൊക്കെ വന്നിട്ട് ഈ ലേക്കിൻ്റെ സൈഡിലൊക്കെ റോഡ് വന്നിട്ടുണ്ട്. ഒത്തിരി ചേർന്നല്ലെങ്കിൽ നമുക്കതിൻ്റെ പൊല്യൂഷൻസൊക്കെ വരുന്നതാണ്. ഇപ്പോൾ നമ്മളത് ഉപയോഗിക്കുന്നില്ല. ഇങ്ങനെ റിക്രിയേഷൻ ആക്ടിവിറ്റീസിനൊക്കെ സമ്മറിൽ ഇവിടെ ആ സെക്ഷനിൽ അവർ ചെറിയ തുഴയുന്ന ബോട്ടൊക്കെ കൊണ്ടുവന്ന് വെക്കും. കടലിൽ ചെയ്യാൻ കാലുകൊണ്ട് ചവിട്ടുന്ന ബോട്ടൊക്കെ കൊണ്ടുവന്ന് വെക്കും. നമുക്ക് റെൻറ്റ് ചെയ്താൽ ഈ ലേക്ക് കൂടെ ചവിട്ടിക്കൊണ്ട് നടക്കാം. നല്ല ഏരിയ ഉണ്ട്. അങ്ങ് വരെ ഉണ്ട് കേട്ടോ. ഒത്തിരി വലിയ ലേക്കാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം വരാം. ബായ്.